വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള 2ാമത്തെ ലെസൺ ആണ്. ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പോമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. എന്താ പറയുന്നത്? ജീവിതമല്ലേ, ജീവിതം എന്ന് പറയുന്നത് നമ്മളിപ്പം ജനിക്കുന്ന സമയത്ത് നമ്മളൊരു കുഞ്ഞു കുട്ടിയായിരിക്കും. അപ്പം നമുക്ക് യാതൊന്നിനെക്കുറിച്ചും അറിവുണ്ടാവില്ല. ഈവൻ നമുക്ക് പാല് കുടിക്കാൻ പോലും അറിയുണ്ടാവില്ല. അതൊക്കെ നമുക്ക് നമ്മളുടെ അമ്മയായിരിക്കും ചെയ്ത് തരുന്നുണ്ടാവുക. നമ്മളെ ഫീഡ് ചെയ്യുന്നത്, നമ്മളെ കുളിപ്പിക്കുന്നത്, ഉറക്കുന്നത് എല്ലാം നമുക്ക് അമ്മയോ അച്ഛനോ ആയിരിക്കും ചെയ്തു തരുന്നുണ്ടാവുക അല്ലേ. പക്ഷേ എല്ലാ കാലത്തും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുമോ? ഇല്ല, നമ്മൾ വളരും അല്ലേ. അതാണ് പറയുന്നത് ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള റോൾസ്, അതായത് പലതരത്തിലുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ കടമകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ ഒരുപാട് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജസിലും ഓരോ റോൾസ് അല്ലെങ്കിൽ ഓരോ വേഷങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ഉണ്ടാവില്ല. നമ്മളുടെ സ്വന്തം കാര്യം പോലും, ഈവൻ പാല് കുടിക്കാൻ പോലും നമുക്ക് അറിയണ്ടാവില്ല. നമ്മളുടെ അമ്മയായിരിക്കും നമുക്കത് ചെയ്തു തരുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ വലുതായി കൗമാരത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിലെത്തുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. പിന്നെ നമ്മൾ കുറച്ചും കൂടെ വലുതായി കൗമാരത്തിലെത്തുമ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം മാത്രമല്ല, നമുക്ക് അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം. അപ്പോൾ നമ്മളുടെ റോൾസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ അറ്റ് എ ടൈം ഒരു മകനാണ് അല്ലെങ്കിൽ ഒരു മകളാണ്, പിന്നെ എന്താണ്, ചേട്ടനാവാം, അനിയത്തിയാവാം, അനിയനാവാം, അങ്ങനെ ഒരുപാട് റോൾസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്കൂളിലാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണ് അല്ലേ. അങ്ങനെ ഒരുപാട് റോൾസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും നമ്മളുടെ ഈ ഒരു ലൈഫിൽ. പിന്നെ നമ്മൾ ഒരു യൗവനത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മുതിർന്നു അല്ലേ. പിന്നെ നമ്മൾ ജോലിക്ക് പോകണം, നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ നമ്മൾ വിവാഹം ചെയ്യണം. അതിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പിന്നെയും നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് റോൾസ് ഉണ്ട് അല്ലേ. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള വേഷങ്ങൾ നമ്മൾ കെട്ടിയാടേണ്ടി വരും. ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വലുതാവുന്നതിനനുസരിച്ച്. ഡു യു എഗ്രി? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ, അതൊരു ഫാക്റ്റാണ്. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ എന്തൊക്കെ റോൾസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിറവേറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ റോൾസാണ് പ്ലേ ചെയ്തിട്ടുള്ളത്? ഇപ്പം നിങ്ങൾ സ്കൂൾ ലീഡറായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്ലാസ് ലീഡറായിട്ടുണ്ടാവാം, നിങ്ങളൊരു മകളാണ് അല്ലെങ്കിൽ ഒരു മകനാണ്. അപ്പോൾ ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്, എന്തൊക്കെ റോൾസാണ് നിങ്ങൾ പ്ലേ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പം നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ലെറ്റ് us see how Shakespeare describes the journey of life. അപ്പോൾ ഇവിടെ ഷേക്സ്പിയർ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു യാത്രയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പോയത്തിലൂടെ. ഇവിടെ നമുക്ക് ഓഥറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ 23, 1564 മരണപ്പെടുന്നത് ഏപ്രിൽ 23, 1616. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക, വില്യം ഷേക്സ്പിയർ ജനിച്ച ദിവസവും മരിച്ച ദിവസവും എന്താണ്, ഏപ്രിൽ 23 അന്നാണ് ലോക പുസ്തക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ വില്യം ഷേക്സ്പിയർ വാസ് ആൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്. അദ്ദേഹം ഒരു പ്ലേ റൈറ്റ് ആണ്, പോയറ്റ് ആൻഡ് ആക്ടർ, വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ എന്താണ്, വില്യം ഷേക്സ്പിയർ ഒരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ആയിരുന്നു, അതായത് ഒരു നാടകകൃത്തായിരുന്നു, പോയറ്റ് ആയിരുന്നു, അതേപോലെ തന്നെ ആക്ടറും കൂടി ആയിരുന്നു. പിന്നെ എന്താണ്, ഈ ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ആര്, നമ്മളുടെ വില്യം ഷേക്സ്പിയർ. ഹീ ഈസ് നോൺ ആസ് ദ ബാഡ് ഓഫ് അവൻ. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ അവൻ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് ദ ബാർഡ് ഓഫ് അവൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് 37 plays, 154 sonnets and 2 long narrative poems. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്, 37 നാടകങ്ങളുണ്ട്, 154 സോണറ്റ്സ്, പിന്നെന്താണ് 2 long narrative poemസും ആണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത്. His plays have been translated into every major living language and have been performed all over the world.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഒരുപാട് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല വേൾഡ് വൈഡ് പെർഫോം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഹാവ് സ്റ്റൂഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. സ്റ്റൂഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊക്കെ ക്യാരക്ടേഴ്സ്. ഓക്കെ, മാക്ബത്ത്, ഒതെല്ലോ, റോമിയോ, ജൂലിയറ്റ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ. ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കൂടിയും ഇപ്പോഴും ആ നാടകങ്ങൾക്കും അതിലെ കഥാപാത്രങ്ങൾക്കും ജീവനുണ്ട്. അതായത് ഇപ്പോഴും ഫെമിലിയർ ആണല്ലേ, നമുക്ക് ഈ ക്യാരക്ടേഴ്സിനൊക്കെ പറഞ്ഞാൽ നമ്മൾ അറിയില്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഹാവ് സ്റ്റൂഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അപ്പം എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ് ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയം നോക്കാം. ഫസ്റ്റ് ആൻസർ, ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്. അപ്പോൾ ഇവിടെ കവി ഈ ഒരു ലോകത്തിന് സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ഈ ലോകം മുഴുവൻ എന്താണ്? ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ ലോകത്തിന്, വേൾഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റേജുമായിട്ടാണ്. ലൈക്ക് ഓർ ആസ് യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസണിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമിലി എന്ന് പറയുക. ഇവിടെ ലൈക്ക് ഓർ ആസോ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് ഒരു മെറ്റഫറാണ് കേട്ടോ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ രൂപകം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്. ഈ ലോകം മൊത്തം എന്താണ്? ഒരു സ്റ്റേജാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. എന്താണ് ഓൾ ദ മെൻ ആൻഡ് വിമൻ? ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരും മിയർലി പ്ലേയേഴ്സ്. മിയർലി മീൻസ് ജസ്റ്റ്, അതായത് കേവലം പ്ലേയേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എന്താണ് ലോകമാകുന്ന സ്റ്റേജിലെ കേവലം പ്ലേയേഴ്സാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, പുരുഷനായാലും സ്ത്രീ ആയാലും എന്നാണ് പറയുന്നത് കേട്ടോ. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. എന്താ പറയുന്നത്? അവർക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു വഴിയും തിരിച്ച് പോകാനുള്ള ഒരു വഴിയുമുണ്ട്, അല്ലെങ്കിൽ കടന്നു വരാനുള്ള ഒരു ഡോറും തിരിച്ച് പുറത്തേക്ക് പോകാനുള്ള ഒരു ഡോറും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എക്സിറ്റും എൻട്രൻസും ഉണ്ട് എല്ലാവർക്കും തന്നെ. ഓക്കെ, ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. അപ്പം ഈ ലോകത്തുള്ള എല്ലാവരെയും, എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും ആക്ടേഴ്സായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള വേഷങ്ങൾ അഭിനയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും ഓരോ മനുഷ്യർക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഹിസ് ആക്ട്സ് ബീയിങ് 7 ages. അവൻ്റെ ആക്ട്സ് എന്ന് പറഞ്ഞാൽ രംഗങ്ങളാണ്. രംഗങ്ങൾ എന്താണ്? 7 ages ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് അയാൾ അഭിനയിക്കുന്ന ജീവിതത്തിലെ ഘട്ടങ്ങൾ 7 ages ആയിട്ടാണുള്ളത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ 7 phases ആയിട്ടാണുള്ളത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ്. ആദ്യത്തെ റോള് അതേതാണ്? ഇൻഫാൻ്റ് ആണ് അല്ലേ, കൈക്കുഞ്ഞാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. ആദ്യത്തെ നമ്മളുടെ റോൾ എന്തായിരുന്നു? ഇൻഫാൻ്റ് എന്നുള്ളതായിരുന്നു. ഒരു കുഞ്ഞ് ആയിരുന്നു അല്ലേ, കൈക്കുഞ്ഞായിരുന്നു. മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആംസ്. മ്യൂളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ കരയുന്നത് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ്? ബലമില്ലാതെ, ശബ്ദത്തിനൊന്നും അത്ര കട്ടിയില്ലാതെയാണ് അവർ കരയുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൊമിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കുഞ്ഞു കുട്ടികളുടെ വായിൽ നിന്ന് ഇങ്ങനെ വരില്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നേഴ്സിൻ്റെ കയ്യിലിരുന്നു കൊണ്ട് ആ ഒരു കൈക്കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ബലമില്ലാതെ കരയുക, അതേപോലെ തന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. വൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടുക, കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, പിന്നത്തെ റോൾ എന്താണ്? ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ ബോയ് ആണ്. വിത്ത് ഹിസ് സാച്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പരാതിയുമായിട്ട് ബാഗൊക്കെ ഇട്ട് പോകുന്ന ഒരു കുട്ടി, അതാണ് അടുത്ത റോള്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ഇവിടെ ഷൈനിങ് മോർണിംഗ് ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിളങ്ങുന്ന പ്രഭാതത്തിന് സമമായിട്ടുള്ള ഫേസ്. ഇത് കുട്ടിയുടെ ഫേസിനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചാണ്, ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുക. അപ്പം തിളങ്ങുന്ന പ്രഭാതത്തിന് സമമായിട്ടുള്ള ഫേസുമായിട്ട് ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അൺവില്ലിംഗ്ലി ടു സ്കൂളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇഷ്ടത്തോടെയാണോ പോകുന്നത്? അല്ല, ഇഷ്ടമില്ലാതെ അൺവില്ലിംഗ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റിലക്റ്റൻ്റ്ലി, മനസ്സോടെയാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ ആരുടെ റോളാണ് കാണുന്നത്? ഒരു സ്കൂൾ ബോയിൻ്റെ റോളാണ് അല്ലേ. അപ്പോൾ രാവിലെ
എന്താണ് ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന, സ്കൂളിലേക്ക് ഇഷ്ടമേ ഇല്ലാതെ മനസ്സെല്ലാ മനസ്സോടെ പോകുന്ന ഒരു സ്കൂൾ ബോയിൻ്റെ റോളാണ് നമ്മൾ കണ്ടത്. ഓക്കെ. ആൻഡ് ദെൻ ദ ലവർ. നെക്സ്റ്റ് വരുന്ന റോൾ ഏതാണ്? കാമുകൻ്റെ റോളാണ്. സൈങ് ലൈക്ക് ഫർണേസ്. ഫർണാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീച്ചൂളയാണ് കേട്ടോ. സൈങ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക. അപ്പോൾ ഇവിടെ എന്താണ് സൈങ് ലൈക്ക് എ ഫർണസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തീച്ചൂള പോലെ നെടുവീർപ്പിടുന്ന കാമുകനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലൈക്ക് യൂസ് ചെയ്താണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സിമിലിയാണ് കേട്ടോ, അത് നോട്ട് ചെയ്യുക. വിത്ത് എ വോഫുൾ ബാലറ്റ്. അതായത് വോഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറോഫുൾ എന്നുള്ളതാണ്. ബാലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെറേറ്റീവ് പോയത്തിനെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു റൊമാൻറ്റിക് സോങ്ങിനെയാണ്. അപ്പോൾ എന്താണ് വളരെ സങ്കടകരമായിട്ടുള്ള സോറോഫുൾ ആയിട്ടുള്ള ഒരു സോങ്ങുമായിട്ടാണ് ഈ എന്താണ് ലവർ ഉള്ളത്. മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. മിസ്ട്രസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇവിടെ പ്രിയതമ എന്നുള്ളതാണ്. ഐബ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുരികമാണ്. പക്ഷെ ഇവിടെ ആ ഒരു പ്രിയതമയുടെ സൗന്ദര്യമാവാം. അപ്പം എന്താണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് തൻ്റെ പ്രിയതമയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് വിരഹഗാനം പാടുന്ന ഒരു ലവറിൻ്റെ ഫേസാണ്, അല്ലെങ്കിൽ ലവറിൻ്റെ റോളാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻസയിൽ കാണുന്നത്. ദെൻ എ സോൾജിയർ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടമാണ്. അതെന്താണ്? സോൾജിയറാണ്. ഓക്കെ. ഫുൾ ഓഫ് സ്ട്രെയിഞ്ച് ഓട്സ്. ആ ഒരു ഘട്ടത്തിൽ എന്താണ് മുഴുവനും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, അതായത് വളരെ വിചിത്രമായിട്ടുള്ള ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശപഥം. അപ്പോൾ ഒരിക്കലും പോസിബിൾ ആവില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി ശപഥം ചെയ്യും. ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാഡ്. ബിയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? താടിയാണ് അല്ലേ. പാഡ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലപ്പാടാണ്, അതായത് പുള്ളിപ്പുലി. അപ്പം ബിയർഡഡ് ലൈക്ക് ദ പാഡ്, ആരെപ്പോലെ? പുള്ളിപ്പുലിയെ പോലെ താടി വെച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഒരു സോൾജിയറിൻ്റെ കരുത്താണ്, കറേജാണ്. മാത്രമല്ല ഇവിടെ നമുക്കൊരു സിമിലി കാണാം അല്ലേ. ബിയർഡഡ് ലൈക്ക് ദ പാഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസണിന് നമ്മൾ എന്താണ് പറയുക? സിമിലി എന്നാണ് പറയുക. ജലസ് ഇൻ ഓണർ. ഇവിടെ ഹോണർ എന്ന് വായിക്കരുത്, ഓണർ എന്നാണ് കേട്ടോ ഉച്ചാരണം വരുന്നത്. ജലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയ അല്ലേ. ഓണർ എന്ന് പറഞ്ഞാൽ അംഗീകാരം. അംഗീകാരത്തിൽ അസൂയപ്പെടുന്നവനാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ അംഗീകാരം അവന് കിട്ടണം എന്നുള്ളതാണ് കേട്ടോ. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. ക്വാറൽ എന്ന് പറഞ്ഞാൽ വഴക്കാണ്. അപ്പം സഡൻ അല്ലെങ്കിൽ ക്വിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് അല്ലേ. പെട്ടെന്ന് തന്നെ വഴക്കിൽ ചെന്ന് ചാടുന്നവനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. സീക്കിംഗ് എന്ന് പറഞ്ഞാൽ തിരയുക അല്ലേ. ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുമിള. റെപ്യൂട്ടേഷൻ മീൻസ് പ്രശസ്തി. അപ്പോൾ കുമിളയാകുന്ന പ്രശസ്തിയെ തേടുന്നവനാണ്. ഈവൻ ഇൻ ദ കാനോൺസ് മൗത്ത്. കാനൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാനൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരങ്കിയാണ്. അപ്പം പീരങ്കിയുടെ വായ്മുഖത്ത് പോലും എന്താണ്? പ്രശസ്തിയുടെ കുമിള തേടുന്നവനാണ്. അപ്പം അത്രമാത്രം ധൈര്യവാനാണ്. അതുമാത്രമല്ല റെപ്യൂട്ടേഷന് അദ്ദേഹം അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമുണ്ട്. ഓക്കെ. പ്രശസ്തി. അതുകൊണ്ടാണ് പീരങ്കിയുടെ വായ്മുഖത്ത് പോലും പ്രശസ്തി തേടി ചെല്ലുമെന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. അടുത്ത സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ അടുത്ത റോൾ ഏതാണ്? ജസ്റ്റിസ്, ന്യായാധിപൻ്റേതാണ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കേപ്പൺ ലൈൻഡ്. ഇവിടെ ഫെയർ റൗണ്ട് ബെല്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കുടവയറൊക്കെയുള്ള ഒരു ആളാണ്. പിന്നെ എന്താണ്? കേപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കായിട്ട് വളർത്തുന്ന പൂവൻ കോഴിയാണ്. കേപ്പൺ ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിൽഡ് വിത്ത് കേപ്പൺ, അതായത് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് കോഴിയിറച്ചിയൊക്കെ കഴിച്ച് കുടവയറും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ന്യായാധിപൻ്റേതാണ് അഞ്ചാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോർമൽ കട്ട്. അപ്പം ഐസ് സിവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീക്ഷ്ണമായ കണ്ണുകളുള്ള, ആൻഡ് ബിയർഡ് ഓഫ് ഫോർമൽ കട്ട്, അതായത് താടിയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഒതുക്കിയ നല്ല തീക്ഷ്ണമായ കണ്ണുകളുള്ള ആളാണ്. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. സോ മീൻസ് സംസാരം എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ഓഫ് വൈസ് സോസ് ആണ്, അതായത് വളരെ ജ്ഞാനിയെപ്പോലെയുള്ള അല്ലെങ്കിൽ ബുദ്ധിപൂർവമായിട്ടുള്ള സംസാരമാണ്. അത് മാത്രമല്ല ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ്. അപ്പം എന്താണ്? മോഡേൺ ആയിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എന്താണ് ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നത്. ആൻഡ് സോ ഹീ പ്ലേസ് ഹിസ് പാർട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ഈ സ്റ്റാൻസയിൽ നമ്മൾ 6ാമത്തെ ഘട്ടമാണ് കാണാൻ പോകുന്നത്. ദ 6th ഏജ് ഷിഫ്റ്റ്സ്. അപ്പം 6ാമത്തെ ഏജ് എന്താണ്?
മാറുന്നു, ചേഞ്ച് ആവുന്നുണ്ട്. എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് നോക്കാം. ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലിഞ്ഞ, സ്ലിപ്പേർഡ് മീൻസ് ഹവായി അല്ലെങ്കിൽ വള്ളിച്ചെരുപ്പ് എന്ന് പറയില്ലേ, വള്ളിച്ചെരുപ്പിട്ട പാൻറ്റലൂൺ. പാൻറ്റലൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താണ് പാൻറ്റലൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം ചെന്ന ഒരു വിദൂഷകൻ അല്ലെങ്കിൽ കോമാളി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ആറാമത്തെ ആ ഒരു ഘട്ടം എത്തിയപ്പോഴേക്ക് മാറി അല്ലേ, ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത്? ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. മെലിഞ്ഞ വള്ളിച്ചെരുപ്പ് ധരിച്ച എന്താണ് പ്രായം ചെന്ന വിദൂഷകനായിട്ട് മാറി. വിത്ത് സ്പെറ്റക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ആണ് പറയുന്നത്. സ്പെക്ടക്കിൾസ്, കണ്ണട വെച്ചിട്ടുണ്ട് അല്ലേ, മൂക്കിന് മുകളിലായിട്ട് കണ്ണടയുണ്ട്. ആൻഡ് പൗച്ച് ഓൺ സൈഡ്, സൈഡിൽ പൗച്ച് ഉണ്ട്. ഇവിടെ രണ്ട് കാര്യം നമുക്ക് ചിന്തിക്കാം. ഇപ്പം നല്ല പ്രായമാവുന്ന സമയത്ത് ഫേസിലൊക്കെ എന്താണ് സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുങ്ങും, അതുമാത്രമല്ല ചുളുങ്ങി ഇങ്ങനെ തൂങ്ങി വരില്ലേ, ആ ഒരു കാര്യമാകാം പൗച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം സമ്പാദ്യമൊക്കെ പൗച്ചിൽ, അതായത് ഇവിടെ പേഴ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. ഹിസ് യൂത്ത്ഫുൾ ഹോസ്, അതായത് അയാളുടെ ചെറുപ്പകാലത്തുള്ള ഹോസാണ്. ഹോസ് എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ടുള്ള പാൻസാണ്, ചെറുപ്പകാലത്തിലുള്ള ടൈറ്റായിട്ടുള്ള പാൻസ്. വെൽ സേവ്ഡ്, അതായത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സേവ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളത്, സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് എന്നാണ് അർത്ഥം. എ വേൾഡ് ടു വൈഡ്, വളരെ വിശാലമായ ലോകമാണ്. ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക്, ഷ്രങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിപ്പോവുക, ഷാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണങ്കാലാണ്. അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിപ്പോയ ഈ ഒരു കണങ്കാലിന് എന്താണ് ലോകം വളരെ വലുതാണ് അല്ലേ. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, മാൻലി വോയിസ് എന്ന് പറഞ്ഞാൽ പൗരുഷം നിറഞ്ഞ ശബ്ദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ പൗരുഷം നിറഞ്ഞ ആ ഒരു ശബ്ദം ടേണിങ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ, എന്തായി മാറുന്നു? വീണ്ടും തിരിച്ച് കുട്ടികളുടേതുപോലെയുള്ള ചെറിയ ശബ്ദത്തിലേക്ക്, അതായത് കട്ടി കുറഞ്ഞ ശബ്ദമായിട്ട് മാറുന്നു. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. പൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളുടെ ശബ്ദമാണ്. ഓക്കെ, കിളികളുടേതുപോലെയുള്ള ശബ്ദം. വിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂളം വിളിയുടെ ശബ്ദമല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിളികളുടെ പോലെയുള്ള മൃദുവായിട്ടുള്ള ശബ്ദവും അതേപോലെ വിസിലിൻ്റെ ശബ്ദവും പോലെയൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്താണ് നേർത്തതായിട്ട് മാറുവാണ്. ആ ഒരു പൗരുഷം നിറഞ്ഞ ശബ്ദത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും എന്താണ് കുട്ടികളുടേതുപോലെയുള്ള അല്ലെങ്കിൽ കിളികളുടേതുപോലെയുള്ള കുഞ്ഞു ശബ്ദമായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ആറാമത്തെ ഘട്ടം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, ഇത് ലാസ്റ്റ് സ്റ്റാൻസയാണ് കേട്ടോ. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും അവസാന സീൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ സ്റ്റോറി. അത് എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദിസ് സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ വിചിത്രമായ, ഇവൻറ്റ്ഫുൾ മീൻസ് എന്താണ്? സംഭവബഹുലമായ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ജീവിതത്തിൻ്റെ അവസാനത്തെ സീന്, രംഗം എൻഡ് ചെയ്യുന്നത്, അതായത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി, വിചിത്രമായ സംഭവബഹുലമായ ചരിത്രത്തിലൂടെയാണ്. ഇവിടെ ജീവിതത്തെയാണ് കേട്ടോ പറയുന്നത്. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലീവിയൻ. അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്കാലമാണ്. ആദ്യം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു കുട്ടിക്കാലം ഉണ്ടാവും അല്ലേ. പിന്നീട് നമ്മൾ പ്രായമാവുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കുഞ്ഞിതായപ്പോൾ ചെയ്തു തന്നതുപോലെ മറ്റുള്ളവർ ചെയ്തു തരേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. അതാണ് ഇവിടെ സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് അതാണ് കേട്ടോ. ആൻഡ് മിയർ ഒബ്ലീവിയൻ, ഒബ്ലീവിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറവിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രായമാകുമ്പോൾ നമുക്ക് മറവി ഉണ്ടാവും അല്ലേ. അപ്പം കേവലം മറവി, അതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവ്രിതിങ്. സാൻസിൻ്റെ മീനിങ് വരുന്നത് ഇല്ലാത്ത അല്ലെങ്കിൽ വിതൗട്ട് എന്നുള്ളതാണ്. അപ്പം വിതൗട്ട് ടീത്ത്, അതായത് പല്ലില്ലാത്ത. സാൻസ് ഐസ്, കണ്ണില്ലാത്ത മീൻസ് കണ്ണ് കാണില്ല അല്ലേ. വളരെ പ്രായമാവുന്ന സമയത്ത് കാഴ്ച നഷ്ടപ്പെടും. അപ്പം എന്താണ്? പല്ലില്ല, പിന്നെ എന്താണ്? കണ്ണ് കാണില്ല അല്ലെങ്കിൽ കാഴ്ചയില്ല. സാൻസ് ടേസ്റ്റ്, രുചിയും അറിയാൻ പറ്റുന്നില്ല. സാൻസ് എവ്രിതിങ്, ഒന്നും തന്നെ എന്താണ്? ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം അവസാന കാലം എത്തുമ്പം എന്താണ്? നമുക്ക് ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തുക, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ 7ാമത്തെ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുക ഈ ഒരു അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പോയത്തിലൂടെ പഠിച്ചത്? ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. നമ്മളെല്ലാവരും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, എല്ലാ മനുഷ്യരും ഇവിടുത്തെ ആക്ടേഴ്സാണ്. അതുമാത്രമല്ല, ഒരു ആളുടെ ജീവിതത്തിൽ 7 റോൾസ് അദ്ദേഹം സ്വന്തം ലൈഫിൽ അഭിനയിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ റോൾ ഏതാണ്? ഇൻഫാൻറ്റ്, കൈക്കുഞ്ഞാണ് അല്ലേ. രണ്ടാമത്തത് സ്കൂൾ ബോയ് ആണ്. മൂന്നാമത്തത് ലവർ, കാമുകൻ അല്ലേ. നാലാമത്തത് സോൾജിയറാണ്. അഞ്ചാമത്തത് ജസ്റ്റിസ്, ന്യായാധിപനാണ്. ആറാമത്തത് പാൻഡലൂൺ, അതായത് പ്രായം ചെന്ന വിദൂഷകൻ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് സ്റ്റേജ്, അതായത് 7ാമത്തെ ആ ഒരു റോൾ എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെ കുട്ടിക്കാലം, അതായത് നമ്മളുടെ വാർദ്ധക്യമാണ് അല്ലേ. അപ്പം ഇത്രയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ പഠിച്ചത്. ദ 7 ഏജസ് ഓഫ് മാൻ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. അപ്പം ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന ഈ ഒരു പോം വില്യം ഷേക്സ്പിയറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്ലേ ആയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.